എല്ലാവർക്കും വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമുക്ക് എക്കണോമിക്സിൽ 5 മാർക്ക് വാങ്ങിക്കണ്ടേ? ആ രീതിയിലായിരിക്കണം പഠനം. ഓരോ ക്ലാസ്സും പഠിച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? ക്ലാസ് കഴിയുമ്പോഴേക്കും അത് തറവായിരിക്കണം കേട്ടോ. വീണ്ടും എന്ത് ചെയ്യണം? ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളായിട്ട് വീണ്ടും ഇതേ ടോപ്പിക്ക് തന്നെ നമുക്ക് അതിന് മുന്നിൽ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുക, ഓരോ ടോപ്പിക്ക് പഠിച്ചു മാറ്റുമ്പോഴും അതിന് അത്ര രീതിയിലായിരിക്കണം ഓരോ മൊഡ്യൂളും എന്ത് ചെയ്യുക, മാറ്റി 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 പോകേണ്ടത് അല്ലേ. നമ്മൾ കേരളം ഭരണ സംവിധാനം കഴിഞ്ഞു, 5 മാർക്കിനുള്ളത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അതവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുകയല്ല ചെയ്യേണ്ടത്. ഞായറാഴ്ച ദിവസങ്ങളിൽ വീണ്ടും ആ ടോപ്പിക്ക് ഓരോരോ വീഡിയോ വീണ്ടും കണ്ട് 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 എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക കേട്ടോ. ഇനി അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ കഴിയാനായിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയും കഴിയാനായിട്ടുണ്ട്. അവിടെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ആ രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഇനി നമ്മൾ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ +1 +2 ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് പോകാം. എക്കണോമിക്സ് സ്റ്റാർട്ട് ആകണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അല്ലേ, നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ എടുത്ത് അവസാനിപ്പിക്കാനായിട്ട് കഴിയട്ടെ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ക്ലാസ്സുകളൊക്കെ മനസ്സിലാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടി തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഇതാണ് ധനതത്വശാസ്ത്രത്തിലെ 5 മാർക്കാണ്. നമുക്ക് ഇതേ ഉള്ളൂ ഇല്ലേ. ടോപ്പിക്ക് കാണുമ്പോൾ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആഴത്തിൽ പഠിച്ചേ പറ്റൂ. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യാൻ, അതായത് മാർക്ക് വാങ്ങിക്കാനായിട്ട് റെഡി ആയിരിക്കണം. അപ്പൊ ഇതില് നമുക്ക് ഇന്ത്യ ആണ് അല്ലെ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രമാണ് പഠിക്കാനുള്ളത്. അതില് സാമ്പത്തിക രംഗമുണ്ട്, പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ, നന്നായി പഠിച്ചാൽ മതി. ഇതൊന്നും പഠിക്കുന്ന ടോപ്പിക്കുകൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ A to Z പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കാരണം പഞ്ചവത്സര പദ്ധതികൾ 1 മാർക്ക് എന്നും വരും, ആസൂത്രണ കമ്മീഷൻ വരും, നീതി ആയോഗ്, അതുപോലെ ഇതിൽ തന്നെയാണ് GST കാര്യങ്ങളൊക്കെ വരും അല്ലെ, നികുതികളുണ്ട് അല്ലെ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 4 മാർക്കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ഒക്കെ പഠിക്കുന്ന സമയത്ത് MS സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അല്ലേ, MS സ്വാമിനാഥനാണ്. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്, എവിടെയാണ് ജനിച്ചത്, എപ്പോഴാണ് അദ്ദേഹത്തിന് അവാർഡുകൾ, ഏതൊക്കെ അവാർഡുകൾ കിട്ടിയതൊക്കെ ഒരു ഷോർട്ട് ആക്കിയിട്ട് ഒരു ഇത് നോട്ട് പഠിക്കണം കേട്ടോ. ക്ലാസ് തരാം കേട്ടോ, ഞാൻ ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് തരാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇന്ത്യ സാമ്പത്തിക രംഗം, ഈ ഭാഗത്തുള്ളത് എല്ലാതും +1 +2 ഒക്കെ എല്ലാം ചേർത്തിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഓരോന്നിലും ഈ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഇതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ക്ലാസ്, 2 എത്ര ക്ലാസ് വരും? 3 4 5 6 7 8. നമുക്കൊരു 10 ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആക്കാം. അതായത് 10 ദിവസം കേട്ടോ. 10 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആകും. ഓക്കെ, ദിവസം ഉണ്ടല്ലോ. നമ്മളിപ്പം ഭരണ സംവിധാനം അതുപോലെ 12 ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ അവസാനിപ്പിച്ചു. ഇത് 10. ഇനി നമ്മൾ എക്കണോമിക്സ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സുപ്രധാന നിയമങ്ങൾ വരാം കേട്ടോ. വീണ്ടും ഒരേ നിയമങ്ങൾ അടുപ്പിച്ച് പഠിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് എക്കണോമിക്സ് എടുത്തത് കേട്ടോ. നമുക്ക് എക്കണോമിക്സിലേക്ക് പോകാം. നമുക്ക് ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക് ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ വരും? വിവിധ സമ്പദ് വ്യവസ്ഥകൾ. ഏതൊക്കെയാണ് സമ്പദ് വ്യവസ്ഥ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. മിശ്ര സമ്പദ് വ്യവസ്ഥയൊക്കെ പഠിക്കാറുണ്ട്. അങ്ങനെ വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കണം. ദേശീയ വരുമാനം എന്താണെന്നുള്ളത് പഠിക്കണം. വികസന സൂചികകൾ അല്ലെ, അതായത് മാനവ സന്തോഷ സൂചിക, മാനവ വികസന സൂചിക, മാനവ ദാരിദ്ര്യ സൂചിക, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ 2015 സെൻസസ് പ്രകാരമുള്ളതും അങ്ങനെ എന്ത് ചെയ്യണം, ദാരിദ്ര്യം ഇന്ത്യയിൽ, അങ്ങനെ നമുക്ക് ഈ 4 മേഖലയാണ് ഇതിൽ വരുന്നത്, നമ്മുടെ ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്നോരോന്നായിട്ട് വ്യക്തമായിട്ട് പോയി 4 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആഴത്തിൽ തന്നെ പഠിക്കണം. ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പഠിച്ചാൽ പഠിച്ച പോലെ ഇരിക്കണം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ റിവിഷനും വരിക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ട് ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വെറുതെ സ്പീഡ് പോയിട്ട് ഒരു ക്ലാസ് ഇട്ടു എന്നുള്ളത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരാൾ കാണുകയാണെങ്കിലും അത് ആ വ്യക്തി എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കോട്ടെ, പ്രത്യേകം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോയാൽ മതി. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം, ഈ 3 പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേട്ടാ. ഉൽപാദനം, വിതരണം, ഉപഭോഗം. അതായത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കെട്ടിവെക്കോ? ഇല്ല, അത് വിതരണം ചെയ്യണം. ആ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എന്ത് ചെയ്യണം, ഉപഭോഗം ചെയ്യണം. അത് നമ്മൾ ചിലവാക്കണ്ടേ. എന്നിവയ്ക്ക് പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ഇക്കണോമിക്സ്. പഠിച്ചോ? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചോ? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും
ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. ഇനി എന്താണ് അഫ്നോളജി? സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അഫ്നോളജി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്? അഫ്നോളജി. പഠിച്ചോ? ഈ 2 പോയിന്റ് പഠിച്ചല്ലോ, ഇനി മറക്കില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സാമ്പത്തിക ശാസ്ത്രം അല്ലേ, സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അഫ്നോളജി എന്ന് പറഞ്ഞു. ഇനി ഈ സക്കാത്ത് സമ്പ്രദായം കേട്ടിട്ടുണ്ടോ? സക്കാത്ത് സമ്പ്രദായം അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതായത് ഈ സാമ്പത്തിക ശാസ്ത്രമായിട്ട്, അതായത് ധനവിതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സക്കാത്ത് സമ്പ്രദായം. 3 പോയിന്റ് നമ്മൾ ഇവിടെ പഠിച്ചോളൂ. ഇത് മറക്കരുത് കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, കേൾക്കണം എന്നുള്ളൊരു കുറച്ച് സ്ലോ ആക്കിയിട്ട് ഒന്ന് ബാക്കോട്ട് വന്നിട്ട് വീണ്ടും വീണ്ടും ഇത് കേട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അഫ്നോളജി. ധനവിതരണവും സമ്പത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന പഴയ കാലത്തുള്ള ഒരു വാക്കാണ് സക്കാത്ത് സമ്പ്രദായം. പഠിച്ചോ? ഇനി 2 തരം സാമ്പത്തിക ശാസ്ത്രങ്ങളുണ്ട്. 1 സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും 2 സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇതൊക്കെ പറയുന്നത് +1 +2 ഏരിയയിലാണ് ഈ എക്കണോമിക്സിന്റെ ഭാഗം വരുന്നത്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മാക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ ഇക്കണോമിക്സ്. രണ്ടും പ്രീവിയസ് ആണ് കേട്ടോ. 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. LGS നിലവാരത്തിലടക്കം ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പൊ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് മാക്രോ ഇക്കണോമിക്സ് ആണ്. ഇതാണ് മാക്രോ ഇക്കണോമിക്സ് ആണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതോ മൈക്രോ ഇക്കണോമിക്സ് ആണ്. എങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? JM കെയ്ൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അതായത് മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ ഉപജ്ഞാതാവ് അതായത് ആരാണ്? JM കെയ്ൻസ് ആണ്. ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് പൊതു സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. ജനറൽ തിയറി. ഏതാണ്? ജനറൽ തിയറി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? പൊതു സിദ്ധാന്തമാണ്. പഠിച്ചു. ഇനി സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതായത് മൈക്രോ ഇക്കണോമിക്സ്. വില സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. ചോദിച്ചിട്ടുണ്ട്. പൊതു സിദ്ധാന്തം, വില സിദ്ധാന്തം എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ ഏതാണ്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ് വില സിദ്ധാന്തം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് പൊതു സിദ്ധാന്തം. പഠിച്ചു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ആരാണ്? JM കെയ്ൻസ് ആണെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മാർഷൽ, റിക്കാർഡോ, പിഗോ. ആരൊക്കെയാണ്? ഇതൊക്കെ +2 ആണ്. മാർഷൽ, റിക്കാർഡോ, പിഗോ ഇവരാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ. മറക്കരുത്. മൈക്രോ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട പ്രയോക്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ മാർഷൽ, റിക്കാർഡോ ആൻഡ് പിഗോ. മനസ്സിലായല്ലോ? ഈ ഏരിയ മനസ്സിലായല്ലോ? ഇനി പഠിക്കണ്ടല്ലോ. ഇനി നമുക്ക് ആഡം സ്മിത്തിനെ കുറിച്ചിട്ട് പഠിക്കാം. ആഡം സ്മിത്ത് എന്നും നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് നമുക്ക് 5 മാർക്ക് നേടിത്തരുന്നതിൽ ഒരു വിഷയം അമർത്യ സെൻ, ആഡം സ്മിത്തിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറയാൻ വിട്ടിട്ടുണ്ട്. JM കെയ്ൻസിലെ മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവായ JM കെയ്ൻസിന്റെ 2 കൃതികളാണ്. ഒന്ന് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്. ജനറൽ തിയറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏതാണ്? മാക്രോ എക്കണോമിക്സ്, അതായത് പൊതു സിദ്ധാന്തം, കെയ്ൻസ് അല്ലേ? അത് അതായത് ദ ജനറൽ തിയറി ഓഫ്, എഴുതി വെക്കണം, അറിയാത്തതാണെങ്കിൽ എഴുതി വെക്കണേ. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഇത് ഒരു കൃതിയാണ് അദ്ദേഹത്തിന്റെയാണ്, JM കെയ്ൻസിന്റെയാണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് മണി, അതായത് പൈസയും അതിന്റെ പലിശ. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? പലിശ എന്നല്ലേ പറയാ? ഇൻട്രസ്റ്റ് ആൻഡ് മണി. മനസ്സിലായത്? 2 കൃതികൾ മാറ്റിയതാണ് JM കെയ്ൻസിന്റെയാണ്. ഓക്കെ, നമുക്കിനി ആഡം സ്മിത്തിലേക്ക് വരാം. എന്താണ് ആഡം സ്മിത്തിന്റെ പഠിക്കാനുള്ളത്? നമുക്ക് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. ഓക്കെ, ഇനി ഈ സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടതും ആഡം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞതും ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ഒരു
ഒരു സിദ്ധാന്തമാണ് ലെസസ് ഫെയർ സിദ്ധാന്തം. ലെസസ് ഫെയർ സിദ്ധാന്തം ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. ലെസസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്താണ്. എന്താണ് ആ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത്? ഗവൺമെന്റിന്റെ ഇടപെടൽ അല്ലേ ഏതിലാണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എക്കണോമിക്സ് ആണ്, അപ്പൊ സാമ്പത്തിക പ്രവർത്തനമാണ് അല്ലെ. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ത് ചെയ്യണം? പരിമിതപ്പെടുത്തണം. എന്നിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. ഇതാണ് ഏതിൽ പറയുന്നത്? ആഡം സ്മിത്തിന്റെ ലെസസ് ഫെയർ സിദ്ധാന്തത്തിൽ പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലിനെ എന്ത് ചെയ്യണം? കുറച്ചു കൊണ്ടുവരണം അല്ലെ, പരിമിതപ്പെടുത്തണം. എന്നിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എന്ത് ചെയ്യണം? പ്രാധാന്യം നൽകണം. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് വെൽത്ത് ഓഫ് നാഷൻസ്. വെൽത്ത് ഓഫ് നാഷൻസ് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. 1776 ഇത് കൊണ്ടുവരുന്നത്, പുറത്തിറക്കിയത് കേട്ടോ. എന്താണ് വെൽത്ത് ഓഫ് നാഷൻസ്? ആൻ ഇൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ്. വെൽത്ത് ഓഫ് നാഷൻസ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് വെൽത്ത് ഓഫ് നാഷൻസ്. 1776 പഠിച്ചല്ലോ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. സമ്പത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമാണ് ലെസസ് ഫെയർ സിദ്ധാന്തം. പിന്നെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം അല്ലെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു അല്ലെ ലെസസ് ഫെയർ സിദ്ധാന്തത്തില്. പിന്നെ അദ്ദേഹത്തിന്റെ കൃതിയാണ് വെൽത്ത് ഓഫ് നാഷൻസ് 1776. ആഡം സ്മിത്തിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ 4 കാര്യങ്ങൾ പഠിക്കണം. ഇതും നമുക്ക് +1 +2 കിടക്കുന്നതാണ്. ചോദനം. എന്താണ് ചോദനം? അതായത് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ? ചോദന ധർമ്മം. എന്താണ് ഡിമാൻഡ് കർവ്? ചോദന വകം. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ചോദന നിയമം. ഈ 4 കാര്യങ്ങൾ ചോദനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ചോദനം പഠിക്കണം, എന്താണ് ചോദനത്തിന്റെ ധർമ്മം, എന്താണ് ചോദനത്തിന്റെ വകം, എന്താണ് ചോദനത്തിന്റെ നിയമം. ഈ 4 കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് ചോദനം, എന്താണ് ഡിമാൻഡ്? അതായത് ഒരു ഉപഭോക്താവ് അപ്പൊ ആ ഉപഭോക്താവായിട്ട് ആര് കാണണം? നമ്മളെ കാണണം. നമ്മളെ തന്നെ കാണണം ഉപഭോക്താവായിട്ട് കേട്ടോ. അപ്പോൾ ഒരു ഉപഭോക്താവ് കൈവശമുള്ള വരുമാനവും നമ്മുടെ കൈവശമുള്ള, അപ്പൊ ഞാനൊരു ഉപഭോക്താവാണ് കണക്കാക്കുക, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു ഉപഭോക്താവായിട്ട് കാണുക. ഓക്കെ, അങ്ങനെ പിക്ചർ വൈസ് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഉപഭോക്താവ് കൈവശമുള്ള വരുമാനം, അതായത് ഒരു ഇൻകം അല്ലേ, പിന്നെയോ വില, താൽപര്യം, മുൻഗണന, മറ്റു വസ്തുക്കളുടെ വില എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വസ്തുവിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? ചോദനം എന്ന് പറയുന്നത്. മറക്കില്ലല്ലോ, ഡിമാൻഡ് അതായത് ചോദനം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഉപഭോക്താവായിട്ട് കാണുക. അങ്ങനെ ഒരു ഉപഭോക്താവ് എന്ത് ചെയ്യാണ്? വരുമാനം, അദ്ദേഹത്തിന്റെ കൈവശമുള്ള, അതായത് ഉപഭോക്താവിന്റെ കൈവശമുള്ള വരുമാനവും പിന്നെയോ വസ്തുവിന്റെ വില. ഇപ്പൊ എനിക്ക് എത്രത്തോളം വരുമാനമുണ്ട്, പിന്നെ ആ വസ്തുവിന്റെ വില, പിന്നെ എനിക്ക് ആ വസ്തുവിനോട് എത്രത്തോളം താല്പര്യമുണ്ട്, ഇനി എന്താണ് ആ വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളുമായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താണ്, പിന്നെ മറ്റു വസ്തുക്കളുടെ വില, ഈ വസ്തുവും മറ്റു വസ്തുക്കളും തമ്മിലുള്ള വിലയുമായി താരതമ്യം ചെയ്യുക. അങ്ങനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആ വസ്തുവിന്റെ അളവിനെയാണ് എന്തു പറയുന്നത്? ഡിമാൻഡ് അഥവാ ചോദനം എന്ന് പറയുന്നത്. പഠിച്ചു അല്ലേ? ഇനി നമുക്ക് എന്താണ് ഡിമാൻഡ് ഫംഗ്ഷൻ, അതായത് ചോദന ധർമ്മം എന്ന് നോക്കാം. ഒരു വസ്തുവിന്റെ വിലയും ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന വസ്തുവിന്റെ അളവും തമ്മിലുള്ള ബന്ധത്തെയാണ് ചോദന ധർമ്മം, അതായത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ വിലയും ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന വസ്തുവിന്റെ അളവും. ഓക്കെ, അത് നിങ്ങൾ ഉപഭോക്താവായിട്ട് കാണണം കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ പോവുകയാണ്, ആ വസ്തുവിന് ഒരു വിലയുണ്ട്, ആ വസ്തുവിന് എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അല്ലേ, അതായത്
1 കിലോനാണോ 2 കിലോനോ അല്ലെങ്കിൽ കെ ജിയിലാണെങ്കിൽ കെ ജി, അല്ലെങ്കിലോ നമ്മൾ മീറ്ററിലാണെങ്കിൽ മീറ്റർ, അത് എത്രയോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം നിങ്ങളൊരു ഉപഭോക്താവായിട്ട് കാണുക. നിങ്ങളൊരു സാധനം വാങ്ങിക്കാൻ പോകുന്നു. ആ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ആ വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ അളവും തമ്മിലുള്ള ബന്ധത്തെയാണ്, അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുള്ളൂ. എക്കണോമിക്സ് ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? ചോദന ധർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിമാൻഡ് കർവ്, അതായത് ചോദന വകം എന്ന് പറയുന്നത്. എന്താണ് ചോദന വകം? ഈ ചോദന ധർമ്മം ഇതുണ്ടല്ലോ, ഈ ചോദന ധർമ്മത്തിന്റെ രേഖീയമായ അവതരണത്തെയാണ് എന്തു പറയുന്നത്? രേഖീയമായ അവതരണത്തെയാണ് ചോദന വകം എന്ന് പറയുന്നത്. ഇനി എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ചോദന നിയമം. ഓക്കെ, അതായത് മറ്റു ഘടകങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഒരു വസ്തുവിന്റെ ചോദനവും വിലയും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ചോദന നിയമം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ, ഇവിടെ ശ്രദ്ധിക്കണം, ഒരു വസ്തുവിന്റെ ചോദനവും വിലയും തമ്മിലുള്ള വിപരീതം, അതായത് ചോദനം കൂടുന്ന സമയത്ത്, ചോദനം കൂടുമ്പോൾ ഇവിടെ വിപരീത ബന്ധമാണ്. അപ്പൊ എന്ത് ചെയ്യും? ചോദനം കൂടുമ്പോൾ വില അവിടെ കുറയും. ചോദനം കൂടുമ്പോൾ വില കുറയുകയും ചോദനം കുറയുമ്പോൾ വില കൂടുകയും ചെയ്യുന്ന വിപരീത ബന്ധം, അതിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം എന്ന് പറയുന്നത്. മറ്റ് ഘടകങ്ങൾ സ്ഥിരമായി നിൽക്കുമ്പോൾ ഒരു വസ്തുവിന്റെ ചോദന വിലയും ഒരു വസ്തുവിന്റെ ചോദനവും വിലയും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ ചോദനം കുറയുകയും വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് 4 കാര്യങ്ങൾ ഡിമാൻഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി നമുക്ക് കമ്പോള ചോദനം പഠിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിപ്പോ ചോദനം പഠിച്ചു, ചോദന ധർമ്മം പഠിച്ചു, ചോദന വകം പഠിച്ചു, ചോദന നിയമം. ഇനി എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്, നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, ഗിഫൺ ഗുഡ്? ഓക്കെ, എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്, നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, ഗിഫൺ ഗുഡ്? ഈ 4 എന്താണെന്ന് പഠിക്കാം. മാർക്കറ്റ് ഡിമാൻഡ് പറയുമ്പോൾ എന്താണ്? കമ്പോള ചോദനം. ഓക്കെ, കമ്പോള ചോദനം. നമുക്ക് കമ്പോള ചോദനത്തെ കുറിച്ച് നോക്കിയാലോ. ഓക്കെ, ഒരു വസ്തു എങ്ങനെയാണ്? ഒരു വസ്തു നമ്മൾ പിക്ചർ വൈസ് മനസ്സിൽ കാണണം കേട്ടോ. ഒരു വസ്തു ഒരു നിശ്ചിത വിലയ്ക്ക് എന്ത് ചെയ്യാണ്? ആ കമ്പോളത്തിലെ എല്ലാ ഉപഭോക്താക്കളും കൂടിയിട്ട് വാങ്ങുന്ന അളവിനെയാണ് അതിന്റെ കമ്പോള ചോദനം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വസ്തു, ഇപ്പൊ എന്തെങ്കിലും ഒരു ടി വി തന്നെ നമ്മൾ ഒരു വസ്തുവായിട്ട് കണക്കാക്കാം. അതിന് എന്ത് ചെയ്യുന്നുണ്ടാകും? ഒരു നിശ്ചിത വിലയ്ക്ക്, ഇപ്പൊ ഒരു ടിവിയുടെ വില 20,000 രൂപ എന്നിരിക്കട്ടെ. ഓക്കെ, ഒരു ടിവിയുടെ വില എത്രയാണ്? 20,000 രൂപയാണ്. ആ ഒരു നിശ്ചിത വിലയ്ക്ക് തന്നെ എന്ത് ചെയ്യാണ്? ഒരു മാർക്കറ്റിലെ, അതായത് ഒരു കമ്പോളത്തിലെ എല്ലാ ഉപഭോക്താക്കളും, ഇപ്പൊ അവിടെ ഒരു 20 ഉപഭോക്താക്കൾ ഉണ്ട് എന്ന് വെക്കാം. ഓക്കെ, ആവശ്യക്കാര് എന്താണ്? 20 പേരുണ്ട്. ആ 20 ഉപഭോക്താക്കൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? 20,000 രൂപയ്ക്ക് ആ ഫിക്സഡ് പ്രൈസിൽ തന്നെ എന്ത് ചെയ്യണം? ആ ടി വി അവിടുന്ന് വാങ്ങിക്കണം അല്ലെ? അങ്ങനെ ആ വാങ്ങിക്കുന്ന അളവിനെയാണ് എന്ത് പറയുന്നത്? അതിന്റെ മാർക്കറ്റ് ഡിമാൻഡ്, അതായത് കമ്പോള ചോദനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു വസ്തുവിന്റെ എല്ലാ ഉപഭോക്താക്കളുടെയും വ്യക്തിഗത ചോദന വകത്തിൽ നിന്നാണ് അതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് രൂപപ്പെടുന്നത്. ഇനി എന്താണ് നോർമൽ ഗുഡ്, അതായത് സാധാരണ വസ്തു? നോർമൽ ഗുഡ് പറയുമ്പോൾ സാധാരണ, നോർമൽ അല്ലേ? അപ്പൊ സാധാരണയായിട്ട് മിക്ക വസ്തുക്കൾക്കും ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന അളവും ഉപഭോക്താവിന്റെ വരുമാനവും തമ്മിലുള്ള ബന്ധം എന്താണ്? അനുകൂലമാണ് അല്ലെ? നോർമൽ ഗുഡ് പറയുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സാധാരണയായിട്ട് മിക്ക വസ്തുക്കൾക്കും ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന അളവും ഉപഭോക്താവിന്റെ വരുമാനവും തമ്മിലുള്ള ബന്ധം അനുകൂലമാണ്. ഇത്തരം വസ്തുക്കളാണ് നോർമൽ ഗുഡ്. ഇപ്പോ എന്റെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട്. ഇപ്പൊ ഞാൻ മാർക്കറ്റിലേക്ക് പോവാണെന്ന് വെക്കാം. ഞാൻ അവിടെ പോയിട്ട് 1500 രൂപയുടെ സാധനം വാങ്ങിക്കോ? ഇല്ല. കാരണം എന്റെ കയ്യിൽ എന്താണ്? 1000 രൂപയേ ഉള്ളൂ അല്ലെ? അപ്പൊ ഒരു 500 രൂപ നമുക്ക് അവിടെ പോയി കടം പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് ഈ 1000 രൂപയുടെ അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സാധനങ്ങൾ വാങ്ങിക്കണം. അതാണ് പറയുന്നത് സാധാരണ വസ്തു, അതായത് നോർമൽ ഗുഡിൽ പറയുന്നത്. അതായത് വ്യക്തികളുടെ ആവശ്യവും തിരഞ്ഞെടുക്കുന്ന അളവും. ഇപ്പൊ പോയിട്ട് ഒരു മാർക്കറ്റിൽ പോകുന്നു, നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നു. ആ സാധനങ്ങൾ എടുക്കുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുകൂലമായിട്ട് മാത്രമായിരിക്കും. എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നോർമൽ ഗുഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഫീരിയർ ഗുഡ് ആണ് പറയുന്നത്. എന്താണ് ഇൻഫീരിയർ ഗുഡ്? അതായത് താഴ്ന്ന തരം വസ്തുവാണ് കേട്ടോ. ഇൻഫീരിയർ പറയുമ്പോൾ താഴ്ന്ന തരം വസ്തു. താഴ്ന്ന തരം
വസ്തു. ഇൻഫീരിയർ ഗുഡ് പറയുമ്പോൾ താഴ്ന്ന തരം വസ്തു. അതായത് ചില വസ്തുക്കളുടെ ചോദനം എന്താണ്? വരുമാന വർധനവിന് അനുസരിച്ച് വിപരീത ദിശയിലേക്ക് മാറാറുണ്ട്. വരുമാന വർധനവിന് അനുസരിച്ച്, ഇപ്പൊ വരുമാനം നമുക്ക് ഇങ്ങനെ 1000 2000 ഒക്കെ ഇങ്ങനെ വരുമാനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും എന്താണ്? വസ്തുക്കളുടെ ചോദനം എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ ഇത്തരം വസ്തുക്കളെയാണ് താഴ്ന്ന തരം വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ചില വസ്തുക്കളുടെ ചോദനം വരുമാനം വർധനവിനനുസരിച്ചിട്ട് വിപരീത ദിശയിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, വിപരീത ദിശയിലേക്ക് മാറുന്നുണ്ട്. അതായത് ചോദനം കൂടുന്ന സമയത്ത് വരുമാന വർധനവ് കുറയാറും വരുമാനം കൂടുന്ന സമയത്ത് ചോദന വർധനവ് എന്താണ്? ചോദനം കുറയുകയും ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ആണ്, വിപരീത ദിശയിലേക്ക് മാറാറുണ്ട്. അതാണ് താഴ്ന്ന തരം വസ്തു എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗിഫൻ ഗുഡ്? എന്താണ് ഇനി ഗിഫൻ ഗുഡ് പറയാം. സാധാരണയായിട്ട് ഈ ഗിഫൻ ഗുഡ് എന്ന് പറയുമ്പോൾ ഈ സാമ്പത്തിക ഉപഭോക്തൃ ഡിമാൻഡ് സിദ്ധാന്തത്തിന് വിരുദ്ധമായതും കുറഞ്ഞ വരുമാനമുള്ളതും ആഡംബരം അല്ലാത്തതുമായിട്ടുള്ള ഉൽപ്പന്നമാണ്. എന്താണ് ഗിഫൻ ഗുഡ്? ആഡംബരം അല്ല കേട്ടോ, ആഡംബരം അല്ലാത്ത ഒരു വസ്തുവായിരിക്കും. ഓക്കെ, ആഡംബരം അല്ലാത്ത വസ്തു. പിന്നെയോ ഉപഭോക്തൃ ഡിമാൻഡ് സിദ്ധാന്തത്തിന് ഓപ്പോസിറ്റ്. ഉപഭോക്തൃ ഡിമാൻഡ് സിദ്ധാന്തത്തിന്, ഉപഭോക്തൃ ഡിമാൻഡ് തിയറിക്ക് എന്താണ്? ഓപ്പോസിറ്റ് ആയിരിക്കും, വിരുദ്ധമായിരിക്കും. പിന്നെ കുറഞ്ഞ വരുമാനം ഉള്ളതും, കുറഞ്ഞ വരുമാനം ഉള്ളതും. ഈ 3 പോയിന്റ് ആണ് ഇതിൽ വരുന്നത്? ഗിഫൻ ഗുഡിൽ വരുന്നത്. ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് കുറഞ്ഞ വരുമാനമുള്ളതും ആഡംബരം അല്ലാത്തതും ഉപഭോക്തൃ ഡിമാൻഡ് സിദ്ധാന്തത്തിന് വിരുദ്ധമായതും ഓപ്പോസിറ്റ് ആയതുമാണ് ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി ഇത് പറഞ്ഞു തരാം. കാരണം നമ്മളെപ്പോലെ ഈ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരൊക്കെ എന്താണ് ഇതൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ലേ? ഇത് ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് കമ്പോള ചോദനം എന്ന് പറയുന്നത്? ഒരു വസ്തുവിൽ നമ്മൾ കമ്പോള ചോദനം പറയുമ്പോൾ മാർക്കറ്റ് ഡിമാൻഡാണ്. നമ്മൾ ആ TV വാങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. ആ കമ്പോളത്തിലെ എല്ലാ ഉപഭോക്താക്കളും കൂടി ഒരു നിശ്ചിത വിലയ്ക്ക് തന്നെ ഒരു സാധനം വാങ്ങിക്കുന്ന അളവിനെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് സാധാരണ വസ്തു എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിൽ എത്രത്തോളം വരുമാനമുണ്ടോ, കയ്യിൽ എത്രത്തോളം പൈസയുണ്ടോ, 2000 രൂപ കയ്യിലുണ്ടെങ്കിൽ ആ 2000 രൂപയ്ക്കുള്ളിൽ പോയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുക്കാവുള്ളൂ. അതിന് എക്സ്ട്രാ വരുമാനം നമുക്ക് എന്താ പറ്റില്ല അല്ലേ? സാധാരണ മിക്ക വസ്തുക്കൾക്ക് ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന അളവും ഉപഭോക്താവിന്റെ വരുമാനവും തമ്മിലുള്ള ബന്ധം എപ്പോഴും എന്തായിരിക്കും? അനുകൂലമായിരിക്കും. ഇവിടെ എന്താണ്? വിപരീതമായിരിക്കും അല്ലേ? ഇതില് ഇൻഫീരിയർ ഗുഡിൽ തരം, അതായത് താഴ്ന്ന തരം വസ്തു. ചില വസ്തുക്കളുടെ ചോദനം എന്താണ്? വരുമാന വർധനവിനനുസരിച്ച് വിപരീത ദിശയിലേക്ക് മാറാറുണ്ട്. ചോദനം വരുമാനത്തിന്റെ വർധനവിനനുസരിച്ചിട്ട് വിപരീത ദിശയിലേക്ക് മാറാറുണ്ട്. ഇതിനെയാണ് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്, അതായത് താഴ്ന്ന തരം വസ്തു എന്ന് പറയുന്നത്. ഇനി ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് കുറഞ്ഞ വരുമാനമുള്ളതും ഉപഭോക്തൃ ഡിമാൻഡ് സിദ്ധാന്തത്തിന് വിരുദ്ധമായതും ആഡംബരം അല്ലാത്തതുമായ വസ്തുക്കളെയാണ് ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത്. ഗിഫൻ ഗുഡ്. ഇനി നമുക്ക് എക്കണോമിക്സിൽ വരുന്ന കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ട് പരിചയപ്പെടാം. ആൽഫ്രഡ് മാർഷൽ, ഇതൊക്കെ SCRT കിടക്കുന്നുണ്ട് അറിയാം അല്ലേ? ആൽഫ്രഡ് മാർഷൽ ചോദന നിയമം അവതരിപ്പിച്ചത്, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചോദന നിയമം, അത് ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ചോദന നിയമം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ആരുതാണ്? ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിന്റെ ഒരു നിർവചനം എന്താണ്? സമ്പത്ത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, സമ്പത്ത് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം എന്നൊരു വാക്ക് അതിലുണ്ടെങ്കിൽ മനുഷ്യ
ക്ഷേമത്തിനാണ് എന്നാണെങ്കിൽ അവിടെ ആര് വരും? മാർഷൽ വരും, ആൽഫ്രഡ് മാർഷൽ. ഇവിടെ ഷാ എന്നില്ലേ, ഈ ഷായും കൂടി കണക്ട് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ ശാസ്ത്രം ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും, അവരെന്താ പറഞ്ഞത് ഇവരെന്താ പറഞ്ഞത്. ലാസ്റ്റ് എക്സാം ഹാളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആൾക്കാരെ അവിടെയും കൊണ്ടിടും, അവിടെ പറഞ്ഞവരിന് ഇവിടെയും കൊണ്ടിടും. അപ്പൊ ഈ ഷാ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യണം കേട്ടോ. മനുഷ്യന്റെ സമ്പത്ത് എപ്പോഴും മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ചോദന നിയമം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. എന്താണ്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. ഓക്കെ, ഇനി അടുത്തത് ഡേവിഡ് റിക്കാർഡോ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ്. ഡേവിഡ് റിക്കാർഡോ ആരാണ്? അദ്ദേഹത്തിന്റെ തിയറിയാണ്, അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് കാൾ മാർക്സിനെ കുറിച്ച് പഠിക്കാം. കാൾ മാർക്സ് ഉൽപാദന പ്രക്രിയ, തൊഴിലാളികൾ എന്നൊരു വാക്കുണ്ടെങ്കിൽ അവിടെ കാൾ മാർക്സ് ആയിരിക്കും. പഠിച്ചല്ലോ കാൾ മാർക്സ്. നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവനെയൊക്കെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഇവർ രണ്ടാലും ആദ്യം ഒഴിവാക്കി വിടാം അല്ലെ, ആൽഫ്രഡ് മാർഷലിനെയും അതുപോലെ കാൾ മാർക്സ് ഒക്കെ വരുമ്പോൾ. കാൾ മാർക്സ് എപ്പോഴും ആർക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? തൊഴിലാളികൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. മുതലാളിത്ത വർഗത്തിനൊക്കെ എതിർത്തതാണ് അല്ലെ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകി. ഓക്കെ, ഇവിടെ തൊഴിലാളികൾ എന്നൊരിതുണ്ടെങ്കിൽ അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആരായിരിക്കും? കാൾ മാർക്സ് ആയിരിക്കും. ഈ ഷാ വെച്ചിട്ട് മനുഷ്യന്റെ ക്ഷേമം ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, ഇനി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കാൾ മാർക്സിന്റെ ആഗ്രഹം എങ്ങനെയായിരുന്നു? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത ഏതൊരു സമൂഹം എടുത്താലും ഏതൊരു മേഖല എടുത്താലും അല്ലെ, ഒരു താഴെത്തട്ടിൽ നിന്ന് ഒരു ഉയർന്ന തട്ട് വരെ എടുത്തു നോക്കിയാലും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ എന്താണ്? വലിയ വ്യത്യാസമുണ്ട് അല്ലെ. അങ്ങനെയൊന്നും വ്യത്യാസം പാടില്ല എന്നാണ് ആരാഗ്രഹിച്ചത്? കാൾ മാർക്സ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് മൂലധനം, ക്യാപിറ്റൽ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്, പ്രീവിയസ് ആണ്. ഓക്കെ, ഇത് പ്രീവിയസ് ആണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഏത്? മൂലധനം. എന്താണ്? മൂലധനം, ദാസ് ക്യാപിറ്റൽ അല്ലെ. ഇതാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയും, ദാസ് ക്യാപിറ്റൽ എന്ന തന്റെ കൃതിയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഉൽപാദന പ്രക്രിയ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത്, അതുപോലെ ഉള്ളവനില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള ദാസ് ക്യാപിറ്റൽ അതായത് മൂലധനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്. പിന്നെ മിച്ചമൂല്യം, സർപ്ലസ് വാല്യൂ അല്ലെ, അത് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? കാൾ മാർക്സ് ആണ്. എന്താണ് ഈ മിച്ചമൂല്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഉൽപ്പന്നത്തിന്റെ, ഇപ്പൊ ഒരു ഉൽപ്പന്നം എടുക്കുമ്പോൾ ആ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും എന്ത് ചെയ്യാണ്? മുതലാളിയെ ലാഭമാക്കി മാറ്റുന്നതിനും ചെയ്യുന്നതാണ് കാൾ മാർക്സ് എന്ത് വിശേഷിപ്പിച്ചത്? മിച്ചമൂല്യം എന്ന് പറയുന്നത്. ഇപ്പോ ഒരു സാധനത്തിന് 1000 രൂപ ഉണ്ടെന്ന് വെക്കാം. അതില് അപ്പൊ അത് ആ ഒരു തൊഴിലാളി തന്നെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാകുക? ആ ഉൽപ്പന്നം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകുക. അതിലിപ്പോ എന്താണ്? ഒരു 200 രൂപ വേണമെങ്കിൽ തൊഴിലാളികൾക്ക് കൊടുത്തിട്ട് ബാക്കി 800 രൂപയും ആരായിരിക്കും എടുക്കുക? ഈ മുതലാളിത്ത വർഗമാണ് എടുക്കുക അല്ലെ. ഒരു ഭാഗം മാത്രം ആർക്ക് കൊടുക്കുകയാണ്? ഈ തൊഴിലാളികൾക്ക് പ്രതിഫലമായിട്ട് നൽകുകയും ബാക്കി ഈ മുതലാളി വർഗം എന്ത് ചെയ്യാണ്? ഇതിനെ മുഴുവൻ ലാഭമാക്കി ഇത് 800 രൂപയ്ക്ക് അവർ എടുക്കുകയും ചെയ്യും. ഇതിനെ മറിച്ച് എന്ത് ചെയ്യും? ഒരുപാട് പൈസക്ക് അങ്ങോട്ട് വിൽക്കുകയും ചെയ്യും അല്ലെ. അതാണ് ഈ മിച്ച മൂല്യത്തില്, സർപ്ലസ് വാല്യൂല് ആരുദ്ദേശിക്കുന്നത്? കാൾ മാർക്സ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ആൽഫ്രഡ് മാർഷൽ അതുപോലെ കാൾ മാർക്സ് ഒക്കെ പറഞ്ഞതൊക്കെ SRTയാണ് കേട്ടോ. അടുത്തത് ലയണൽ റോബിൻസ്. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. വർദ്ധിച്ച ആവശ്യങ്ങൾ, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ, പക്ഷെ വിഭവങ്ങളോ കുറച്ചേ ഉള്ളൂ. നമ്മുടെ എന്താണ് ഗാന്ധിജി ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളെ നമ്മളുടെ ഇന്ന് ലോകത്തുള്ളൂ, അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നുണ്ട്.
വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അത് ലയണൽ റോബിൻസ് ആണ്. അതുപോലെ തോമസ് ഗ്രഷാം, അദ്ദേഹമാണ് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് അല്ലേ. ബാഡ് മണി പറയുമ്പോൾ കള്ളപ്പണം അല്ലേ. ആ കള്ളപ്പണമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഗുഡ് മണിയോ ഔട്ട് ആകുകയാണ് അല്ലേ. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട്. ആരാണ് പറഞ്ഞത്? തോമസ് ഗ്രേഷം. അദ്ദേഹമാണ് ഈ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. ഇതൊരു നിയമമാണ് കേട്ടോ. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന ഈ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ തോമസ് ഗ്രേഷം ആണ്. അടുത്ത പോൾ എ സാമുവൽസൺ. നമ്മുടെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു രാജ്യം, ഇപ്പൊ ഇന്ത്യ എന്നൊരു രാജ്യം എടുക്കുമ്പോൾ അവിടെ സാമ്പത്തിക ഭദ്രത നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മികച്ച സാമ്പത്തിക ആസൂത്രണം അല്ലേ. ഒരു സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് വേണം. പിന്നെ ശരിയായിട്ടായിരിക്കണം വിഭവങ്ങളെ വിനിയോഗിക്കേണ്ടത്. അതിന്റെ ഫലമായി മാത്രമേ ഒരു രാജ്യത്ത് സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ കഴിയുള്ളൂ എന്നാണ് പോൾ എ സാമുവൽസൺ പഠനത്തിലൂടെ തെളിയിച്ചത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിൽക്കണമെങ്കിൽ മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും വിഭവങ്ങളുടെ വിനിയോഗത്തിന്റെയും ഫലമായിട്ടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് പോൾ എ സാമുവൽസൺ. ഇനി നമുക്ക് ദാദാഭായ് നവറോജിയെ കുറിച്ച് നോക്കാം. എന്നും പ്രീവിയസ് ആയിട്ട് ഇപ്പോൾ എക്കണോമിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ദാദാഭായ് നവറോജിയുടെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, വോയിസ് ഓഫ് ഇന്ത്യ, റസ്ത് ഗോഫ്താർ, ചോർച്ച സിദ്ധാന്തം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വോയിസ് ഓഫ് ഇന്ത്യ ഇതൊരു പത്രമാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. പിന്നെ റസ്ത് ഗോഫ്താർ ഇതൊരു ദൈവാരികയാണ്. ദൈവാരിക അതായത് ദൈവാരിക ആഴ്ചയിൽ 2 പ്രാവശ്യം കേട്ടോ. റസ്ത് ഗോഫ്താർ ദൈവാരിക. ഇനി ചോർച്ച സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അല്ലേ. ഡ്രെയിൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ബ്രിട്ടൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഇത് ഓൾ പ്രീവിയസ് ആണ് കേട്ടോ. ഓൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, വോയിസ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ ഒരു പത്രമാണ്. റസ്ത് ഗോഫ്താർ അതൊരു ശ്രദ്ധിക്കണം കേട്ടോ. റസ്ത് ഗോഫ്താർ ദാദാഭായ് നവറോജിയുടെ ഒരു പത്രമാണ്, കവിതയാണ്, നോവലാണെന്നൊക്കെ പറയും. ദൈവാരികയാണ് എന്നൊക്കെ, മാസിക എന്നൊക്കെ ചെയ്യും. അപ്പൊ ഏതാണ്? ദൈവാരിക. ചോർച്ച സിദ്ധാന്തം ഡ്രെയിൻ തിയറി അദ്ദേഹമാണ്. പിന്നെ ഈ ഡ്രെയിൻ തിയറി ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ബ്രിട്ടനാണ്. ഇനി നമ്മൾ ചോർച്ച സിദ്ധാന്തം പറഞ്ഞു, ഡ്രെയിൻ തിയറി. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി പറഞ്ഞു. എന്താണ് ഈ ചോർച്ച സിദ്ധാന്തത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. ചോർച്ച പറയുമ്പോൾ അത് ഒഴുകുകയാണല്ലോ, ഇല്ലാതാകുന്ന അവസ്ഥയാണ് അല്ലേ. അങ്ങനെ അത് ഇല്ലാതാകുന്ന പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ഏത്? ചോർച്ച സിദ്ധാന്തം. ഇനി നമ്മുടെ ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ SCRT ഉണ്ട് കേട്ടോ. ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ ശ്രദ്ധിക്കണം. ഓരോരോ പോയിന്റ് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. ഇന്ത്യയിൽ ജോലി ചെയ്യുക, എന്നിട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യുക? നല്ല ശമ്പളം കൊടുക്കുക. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായിട്ട് വില നൽകി ശേഖരിക്കുക, എന്നിട്ട് ഈ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കല്. അതുപോലെ ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടിയിട്ട് ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുക, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇതൊക്കെ അനുകൂലം ആർക്കാ വരുന്നത്?
ബ്രിട്ടീഷുകാർക്കാണ് വരുന്നത് അല്ലേ? ഇന്ത്യക്കാർക്ക് എന്താണ് അവിടെ അധപതനാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെയാണ് ഇന്ത്യൻ സമ്പത്തിന്റെ ചോർച്ചയ്ക്ക് ഉള്ള കാരണങ്ങളായിട്ട് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് രമേശ് ചന്ദ്ര ദത്ത്, ഇതൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് കേട്ടോ. നമ്മുടെ രാജ്യത്ത് അതായത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള രമേശ് ചന്ദ്ര ദത്ത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നുവെന്ന് തകർത്തു എന്ന് എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കിയത് ആരാണ്? രമേശ് ചന്ദ്ര ദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. എങ്ങനെയാണ്? രമേശ് ചന്ദ്ര ദത്താണ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ബ്രിട്ടീഷുകാരുടെ ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെയാണ് ഇന്ത്യയെ തകർത്തത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഹിന്ദു സ്വരാജ് നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജിയുടേതാണ്. 1909 ഓക്കെ. ഹിന്ദു സ്വരാജ് 1909 ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ചത് ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലൂടെയാണ് 1909. അതുപോലെ ഈ പറയണ്ട ഇത് എങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്? നമ്മുടെ ഇന്ത്യക്ക് ആവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലില്ല, 1900 മൈലും അല്ലെ 1900 മൈലും 1500 മൈൽ വീതിയുമുള്ള 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ് ഗാന്ധിജി. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് ഇത് ട്രസ്റ്റിഷിപ്പ്. രണ്ടും പ്രീവിയസ് ആണ് കേട്ടോ. സത്യത്തിലും അഹിംസയിലും അതായത് ഗ്രാമീണ എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ട് ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പില്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥ കൂടിയാണ് ട്രസ്റ്റിഷിപ്പ്. ഇനി നമ്മുടെ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ, അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക ശാസ്ത്ര ചിന്തകള് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. എങ്ങനെയാണ്? അദ്ദേഹം എപ്പോഴും ഗ്രാമങ്ങളുമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അല്ലെ? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. അതുപോലെ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന കൊടുത്തു. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, ഇതൊക്കെ ആരുടെയായിരുന്നു? മഹാത്മാഗാന്ധിജിയായിരുന്നു. കാർഷിക ഗ്രാമീണ വ്യവസ്ഥ, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, ഇതൊക്കെ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ്. JC കുമരപ്പ, ശ്രീമൻ നാരായൺ, അതുപോലെ ധരംപാൽ, 3 പേരും സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ്. ഇവർ 3 പേരും അഭിപ്രായപ്പെട്ടത് കാർഷിക മേഖല അതുപോലെ ചെറുകിട വ്യവസായം ഓക്കെ, ഈ 2 മേഖലയ്ക്കാണ് ഇവർ 3 പേരും പ്രാധാന്യം കൊടുത്തത്. JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികാസമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയമാണ് ആര് വെച്ചത്? ഈ 3 പേർ ചേർന്ന് ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇനി നമുക്ക് ആരെ കുറിച്ച് പഠിക്കണം? അമർത്യാസനെ കുറിച്ച് പഠിക്കണം. ആഡം സ്മിത്ത് പഠിച്ചു. ഇനി അമർത്യാസൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക സമത്വം, വികസനം. ഓക്കെ, എനിക്കാണ് മനുഷ്യന്റെ ക്ഷേമവും സാമ്പത്തിക സമത്വവും വികസനം എന്നിവയാണ് ലോകത്തിലെ തന്നെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായ അമർത്യാസന്റെ രചനകളുടെ പ്രതിപാദ വിഷയം. അതായത് അമർത്യാസന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിലെല്ലാം പ്രതിപാദിക്കുന്നത് മനുഷ്യന്റെ ക്ഷേമവും സാമ്പത്തികമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? സമത്വം, അതുപോലെ സാമ്പത്തിക വികസനം. ഇതാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായിട്ടുള്ള അമർത്യാസന്റെ രചനകളുടെ പ്രതിപാദന വിഷയങ്ങളാണ്. അതുപോലെ ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം, ദാരിദ്ര്യരേഖ 4 പഠിക്കേണ്ട പ്രീവിയസ് ആണ്. നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയതും അമർത്യാസനാണ്. ദാരിദ്ര്യം എന്നതിന്റെ അതായത് ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം, ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയത് ആരാണ്?
അമർത്യ സെൻ ആണ്. അമർത്യ സെന് 1998 നോബൽ സമ്മാനവും 1999 ഭാരതരത്നവും ലഭിച്ചു. മറക്കരുത്, 98 നോബൽ പ്രൈസ് ആണ്, 99 ഭാരത രത്നമാണ്. പിന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് 2019 അമർത്യ സെൻ ചെയർ ഇൻ ഇൻഇക്വാലിറ്റി സ്റ്റഡീസ് ആരംഭിച്ച ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ് ഇത്. ഇതൊരു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സ്ഥാപനമാണ്. 2019 അമർത്യ സെൻ എന്ത് ചെയ്യാണ്? അമർത്യ സെൻസ് 2019 അമർത്യ സെൻസ് ചെയർ ഓഫ് ഇൻഇക്വാലിറ്റി സ്റ്റഡീസ് ആരംഭിച്ച അന്താരാഷ്ട്ര സ്ഥാപനമാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഇനി നമുക്ക് ഈ 3 കാര്യങ്ങൾ പഠിക്കണം. സാമ്പത്തിക വളർച്ച എന്താണ്, സാമ്പത്തിക വളർച്ച നിരക്ക് എന്താണ്, എന്താണ് സാമ്പത്തിക വികസനം, എന്താണ് സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ഗ്രോത്ത്. ഒരു സമ്പദ് വ്യവസ്ഥ എടുക്കുമ്പോൾ അവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിന് ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. എങ്കിൽ സാമ്പത്തിക വളർച്ച നിരക്ക് എന്ന് പറയുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ചിട്ട്, സാമ്പത്തിക വളർച്ച പറയുമ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? നടപ്പ് വർഷം അല്ലെ, മുൻവർഷത്തെ അപേക്ഷിച്ചിട്ട് നടപ്പ് വർഷം ദേശീയ വരുമാനത്തിലുണ്ടാകുന്ന നിരക്കിനെയാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് സാമ്പത്തിക സേവനം? എന്തായിരിക്കും സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്? നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം തന്നെ ജീവിതത്തിന്റെ ഗുണനിലവാരം കൂടിയിട്ട്, സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിതത്തിന്റെ ഗുണനിലവാരം കൂടി ഉയരുമ്പോൾ ലഭ്യമാകുന്ന അവസ്ഥയാണ് സാമ്പത്തിക വികസനം. ഇനി എന്താണ് ജീവിത ഗുണനിലവാരം? പോഷകാഹാര ലഭ്യത, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയാണ് എന്ത് പറയുന്നത്? ജീവിത ഗുണനിലവാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഏതാണ്? കാർഷിക മേഖലയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയാണ്. പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എപ്പോഴാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ആരെ എന്ന് ചോദിച്ചാൽ അത് ആരാണ്? ദാദാബായി നവറോജിയാണ്. ഇനി ശാസ്ത്രീയമായിട്ട് ആരെ എന്ന് ചോദിച്ചാൽ VKRV റാവു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് എന്ന് ചോദിച്ചാൽ ദാദാബായി നവറോജിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് VKR റാവു ആണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയില് ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ്. അതുപോലെ PC മഹലനോബിസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. 1931 കൊൽക്കത്തയിൽ 1931 കൊൽക്കത്തയിലാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1931 PC മഹലനോബിസ് ആണ് കൊൽക്കത്തയിൽ സ്ഥാപിച്ചത്. മഹലനോബിസിന്റെ പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്നത് മഹലനോബിസിന്റെ പ്രസിദ്ധീകരണമാണ്. ഇനി നമുക്ക് വിവിധ തരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാനുണ്ട്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, അങ്ങനെ ഓരോരോ സമ്പദ് വ്യവസ്ഥകൾ നമുക്ക് പഠിച്ചു വരാം. ഇനി നമുക്ക് ആദ്യം ഓരോരോ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ന് മുതലാളിത്ത, സോഷ്യലിസ്റ്റ്, മിശ്ര സമ്പദ് വ്യവസ്ഥ 3 നിന്നും ക്വസ്റ്റ്യൻ വരും. ലാഭം ലക്ഷ്യമാക്കിയിട്ടാണ് മുതലാളിമാർ എപ്പോഴും എന്താണ്? ലാഭം ലക്ഷ്യമായിട്ടായിരിക്കും അല്ലെ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഈ 3 രാജ്യങ്ങൾ ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇനി എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? നമ്മുടെ SCRT-യിൽ കിടക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇത് വായിച്ചു പഠിക്കണം കേട്ടോ. ഉൽപാദന ഉപാധികള് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. പിന്നെ എന്തൊക്കെയാണ്? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. സ്വകാര്യ സ്വത്തവകാശം, ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ്
പിന്നെ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി, വില നിയന്ത്രണം ഇല്ലാത്ത സ്വതന്ത്രമായ കമ്പോളം, ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ ഇതാണ് സംരംഭകരുടെ പരസ്പര മത്സരം. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മുതലാളിത്തമാണ് അല്ലേ ഇവിടെ. പിന്നെ സ്വകാര്യ സ്വത്തവകാശം വരുന്നുണ്ട്, ലാഭം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ വരുന്നത്, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി, വില നിയന്ത്രണം ഇല്ലാത്ത സ്വതന്ത്രമായ കമ്പോളം, ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം, ഇതൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വരുന്നത്. ഇനി എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ? ഇതൊരു കേന്ദ്രീകൃത ഒരു ആസൂത്രണം വഴി നടപ്പിലാക്കുന്നതാണ്. റഷ്യ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇനി ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ട് വ്യക്തമായി പഠിക്കുക കേട്ടോ. ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളാണ്: ജനക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ്, സ്വകാര്യ സംരംഭകരുടെ അഭാവമാണ്, സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം, സാമ്പത്തിക സമത്വം, ഇതൊക്കെ ഇതിലാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലാണ്. നെക്സ്റ്റ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കൂടി രണ്ടും കൂടി ചേരുന്നതാണ് ഇത്. രണ്ടിന്റെയും പ്രത്യേകതകൾ ഏതിലുണ്ട്? മിശ്ര സമ്പദ് വ്യവസ്ഥയിലുണ്ട്. ഇതില് രണ്ടും പ്രീവിയസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇനി എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? എസ്ആർടിയിലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്നാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സാമ്പത്തിക ക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു, ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇനി എന്താണ് ദേശീയ വരുമാനം അല്ലെ? നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്താണ്? നാഷണൽ ഇൻകം എന്താണ്? ദേശീയ വരുമാനം എന്ന് പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ എങ്ങനെയാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം എന്തിലാണ്? പണത്തിൽ കണക്കാക്കുമ്പോൾ ഒരു വർഷം ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്താണ് ആകെ മൂല്യം എന്തിലാണ് കണക്കാക്കുന്നത്? പണത്തിൽ കേട്ടോ. ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോഴാണ് ലഭിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഈ ദേശീയ വരുമാനം നമ്മുടെ ഒരു രാജ്യത്തിന് ഉണ്ടാകണമെങ്കിൽ ഈ 3 മേഖലയിൽ നിന്നാണ് നമുക്ക് ദേശീയ വരുമാനം ലഭിക്കുന്നത്. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല അല്ലെ? കാർഷിക മേഖല അതായത് പ്രാഥമിക മേഖല, കാർഷികം പ്രാഥമികം, ദ്വിതീയ മേഖല, അതുപോലെ തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നത് കാർഷിക മേഖല, ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് വ്യവസായ മേഖല, തൃതീയ മേഖല എന്നറിയപ്പെടുന്നത് സേവന മേഖല. ഇതാണ് നമ്മുടെ ദേശീയ വരുമാനത്തിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 3 മേഖലകൾ. ഇനി നമുക്ക് എന്താണ് GNP, എന്താണ് GDP, എന്താണ് ഡിപ്രീസിയേഷൻ, എന്താണ് NNP, എന്താണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് നോക്കാം. ഇനി നമുക്ക് GNP എന്താണ്? GNPയുടെ ഫുൾ ഫോം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലേ? എന്താണ് GNP പറയുമ്പോൾ? നമ്മുടെ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അതായത് GNP P വരുമ്പോൾ പ്രൊഡക്റ്റ് അല്ലെ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എങ്കിൽ GDP എന്താണ്? നമ്മുടെ ഒരു സാമ്പത്തിക വർഷത്തില് രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളില്, ഇവിടെ ശ്രദ്ധിക്കണം, ആഭ്യന്തരം അതായത് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ മാത്രം, പുറത്തൊന്നും ഇവിടുന്നും എന്താണ് ഇതിൽ കണക്കാക്കില്ല. ഓക്കെ, ഒരു സാമ്പത്തിക വർഷത്തിലെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. എപ്പോഴാണ് സാമ്പത്തിക വർഷം നമ്മുടെ ഇന്ത്യയില്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ അല്ലേ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്ത് നമ്മുടെ ഇന്ത്യയിൽ
സാമ്പത്തിക വർഷം. GDP പഠിച്ചല്ലോ. ഇനി എന്താണ്? അതായത് ഇപ്പോൾ GDP-യിൽ നമ്മൾ പറഞ്ഞു ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് കണക്കാക്കുക? ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ ഇപ്പോൾ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, പിന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്ഥാപനങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നുണ്ട്? വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് അല്ലേ? അങ്ങനെ വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം ഇതൊന്നും എന്തിൽ ഉൾപ്പെടുത്തില്ല? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ ആ GDP അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ GDP കണക്കാക്കുന്നത്. GDP കണക്കാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ എന്താണ് വരുമാന മാർഗങ്ങൾ നടന്നത്, എന്താണ് ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും ആഡ് ചെയ്യുക. അല്ലാതെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വ്യക്തി പുറത്തു പോയിട്ട് ജോലി ചെയ്തത് കൊണ്ടോ നമ്മുടെ ഇന്ത്യയിലെ സ്ഥാപനം പുറം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിട്ട് ലാഭം നേടുന്നുണ്ടെങ്കിലോ ഒന്നും നമ്മുടെ ആഭ്യന്തര വരുമാനത്തിൽ ഉൾപ്പെടുത്തില്ല. ഇനി എന്താണ് ഇത്? ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവ്. സാമഗ്രികളൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവാണ് ഇത് തേയ്മാന ചെലവ്. ഇനി എന്താണ്? NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. എന്താണ് NNP വരുന്നത്? നമ്മുടെ മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന്, നമ്മുടെ GNP ഉണ്ടല്ലോ, ആ മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്ത് പറയുന്നത്? NNP. ഓക്കെ, GNP അല്ലേ? മൈനസ് ഡിപ്രീസിയേഷൻ NNP. ഓക്കെ ആണല്ലോ? പ്രതിശീർഷ, അതായത് ദേശീയ വരുമാനത്തെ ഒരു മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഏത്? പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. ദേശീയ വരുമാനത്തെ എന്ത് ചെയ്യാണ്? നാഷണൽ ഇൻകത്തെ ഒരു രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരും? ടോട്ടൽ ജനസംഖ്യ. ഓക്കെ, നാഷണൽ ഇൻകത്തെ ദേശീയ വരുമാനത്തെ നമ്മുടെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. GNP പഠിച്ചു, GDP, ഡിപ്രീസിയേഷൻ, NNP എന്താണ് പറഞ്ഞു? പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. ഇനി നമുക്ക് ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്ന 3 രീതികളാണ്. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ നമ്മൾ പറഞ്ഞു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. കാർഷിക മേഖല, വ്യവസായ മേഖല, പിന്നെ ഏത് പറഞ്ഞു? സേവന മേഖല. ആ 3 രീതിയിലാണ് ദേശീയ വരുമാനം ലഭിക്കുന്നത്. അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് 3 രീതിയിലൂടെയാണ്. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി അല്ലെ? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. അതില് എന്താണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്? നമ്മുടെ കാർഷിക പ്രാഥമിക, അതുപോലെ ദ്വിതീയ, അതുപോലെ തൃതീയ 3 മേഖലകളിൽ നിന്നാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? പഠിക്കണം, ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഈ 3 മേഖലകളിൽ നിന്നാണ്. ഈ 3 മേഖലകളിൽ നിന്നുള്ള ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന രീതി കണ്ടോ? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തിയിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി. അതേപോലെ തന്നെ വരുമാന രീതി ഉൽപാദന ഘടകങ്ങളിൽ നിന്നും ഈ ഉൽപാദനം അല്ലെ? ഈ ഘടകങ്ങളിൽ നിന്ന് എന്തൊക്കെ കിട്ടും നമുക്ക് വരുമാനം? ഏതൊക്കെ രീതിയിൽ വരുമാനം കിട്ടും? പാട്ടമായിട്ട് കിട്ടും, വേതനമായിട്ട് കിട്ടും, പിന്നെ പലിശയായിട്ട് കിട്ടും, ലാഭമായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? വരുമാന രീതികളുണ്ട്. അങ്ങനെ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. ഇത് വരുമാന രീതിയിൽ, ഒരു ഉൽപാദന രീതിയിൽ, ഇത് ചെലവ് രീതിയിലും ദേശീയ വരുമാനം കണക്കാക്കും. എങ്ങനെയാണ് ചെലവ് രീതിയിൽ? ഒരു വർഷത്തില് വ്യക്തികളും സ്ഥാപനങ്ങള് അതുപോലെ സർക്കാർ ഒക്കെ ചെലവഴിക്കുന്ന തുക എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് ദേശീയ വരുമാനം, ഇതൊക്കെ ഈ വാക്കിൽ തന്നെ എടുക്കാൻ കഴിയും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെലവ് രീതി കണക്കാക്കുന്നത്.
ഇന്ത്യയില് ദേശീയ വരുമാനം കണക്കാക്കുന്ന നാഷണൽ ഇൻകം കണക്കാക്കുന്ന ഏജൻസി ഏതാണ്? CSO ആണല്ലേ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ആസ്ഥാനം ഡൽഹിയാണ്. നമ്മൾ പറഞ്ഞു GDP യില്, GDP പറയുമ്പോൾ എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത് അല്ലെ GDP യില്. ആ GDP യിലെ വിവിധ മേഖലകൾ ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഈ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ. ദ്വിതീയ മേഖലയിലെ വ്യവസായങ്ങൾ വരും. തൃതീയ മേഖലയിലെ സേവനം വരും. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്, നന്നായിട്ട് പഠിക്കണം കേട്ടോ. പ്രാഥമിക മേഖല എന്താണ്, ദ്വിതീയ മേഖല എന്താണ്, തൃതീയ മേഖലയിൽ എന്താണ്, ഇവരുടെ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഈ ഉദാഹരണങ്ങളൊക്കെ വ്യക്തമാക്കണം. പ്രാഥമിക മേഖലയിലാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനം, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ഇതെല്ലാം പ്രീവിയസ് ആണ്. ദ്വിതീയ മേഖലയിലെ വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. പിന്നെ തൃതീയ മേഖലയിലെ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെല്ലാം തൃതീയ മേഖലയിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ ചിന്തിക്കാട്ടോ, ഈ ദ്വിതീയ മേഖലയിലെ നമുക്ക് കെട്ടിടം, നമ്മുടെ വീട് ഒരു കെട്ടിടമല്ലേ, കെട്ടിടത്തിൽ വൈദ്യുതി ഇല്ലേ? ഓക്കെ, എന്ത് ചെയ്യാ, ഇതിങ്ങനെ പഠിക്കാൻ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വികസന സൂചികകൾ എന്താണെന്ന് നോക്കാം. വികസന സൂചികയിൽ വരുന്നതാണ് പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. അതൊക്കെയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന വികസന സൂചികകൾ. ഇനി നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ പ്രതിശീർഷ വരുമാനം പറഞ്ഞു അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നാഷണൽ ഇൻകത്തെ എന്ത് ചെയ്യാണ്? ജനസംഖ്യ കൊണ്ട് അല്ലെ, ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ, പോപ്പുലേഷൻ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം ലഭിക്കുന്നത്. നാഷണൽ ഇൻകത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം ലഭിക്കുന്നത്. ഇനി പ്രതിശീർഷ വരുമാനത്തെക്കാള് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വികസന സൂചികയാണ് ഇത്, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. പ്രതിശീർഷ വരുമാനത്തെക്കാൾ ശാസ്ത്രീയമായിട്ടുള്ള വികസന സൂചികയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. ഇത് വന്ന വർഷം 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. എന്തൊക്കെയായിരിക്കും ഈ ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയിൽ അടിസ്ഥാനപ്പെട്ട മാനദണ്ഡങ്ങള്? ഒന്ന്, പ്രതീക്ഷിത ആയുർദൈർഘ്യം. ഏതാണ്? ഒന്ന്, പ്രതീക്ഷിത ആയുർദൈർഘ്യം. ഓക്കെ, ആയുർദൈർഘ്യം. രണ്ടാമത് വരുന്നത് ശിശുമരണ നിരക്ക്. മൂന്ന്, അടിസ്ഥാന സാക്ഷരത. ഈ മൂന്ന് കാര്യങ്ങളാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയിൽ വരുന്നത്. നമ്മൾ പ്രതിശീർഷ വരുമാനം പറഞ്ഞു, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക 1979 വന്നു. ഇത് എന്താണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്ന് ചോദിച്ചാൽ പ്രതിശീർഷ വരുമാനത്തെക്കാൾ ശാസ്ത്രീയമായിട്ടുള്ള വികസന സൂചികയാണ് ഏത്? ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക 1979 പറഞ്ഞു. ഈ ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയിൽ വരുന്നത് പ്രതീക്ഷിത ആയുർദൈർഘ്യവും ശിശുമരണ നിരക്കും അടിസ്ഥാന സാക്ഷരതയുമാണ്. ഇനി മാനവ വികസന സൂചികയുടെ മാനവ വികസനം. അടുത്തത് നമ്മൾ ഇത് പറഞ്ഞു, മാനവ വികസനം അല്ലേ. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെ വിപുലപ്പെടുത്തുന്ന, അതായത് എന്തെങ്കിലും ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ വികസിപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതാണ് മാനുഷിക അല്ലെങ്കിൽ മാനവ വികസനം. മാനവ വികസനം തയ്യാറാക്കുന്നത് ആരാണ്? UNDP ആണ് അല്ലേ. UNDP ആണ് മാനവ വികസനം തയ്യാറാക്കുന്ന സംഘടന. ഇനി ഈ മാനവ വികസന സൂചികയിൽ എന്തൊക്കെ വരും? പ്രതിശീർഷ വരുമാനം, ആയുർദൈർഘ്യവും സാക്ഷരതയും, പിന്നെ മൊത്തം സ്കൂൾ പ്രവേശന നിരക്ക്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? മാനവ വികസന സൂചികയിൽ വരുന്നത്. ഈ മാനവ വികസന സൂചികയുടെ മൂല്യം, ഇത് ശ്രദ്ധിക്കണം, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 0-നും 1-നും ഇടയിലാണ്. മാനവ വികസന സൂചിക 0-നും 1-നും ഇടയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 0 എന്തിനെ സൂചിപ്പിക്കും? ഒട്ടും വികസനം ഇല്ലായ്മയെ സൂചിപ്പിക്കുമ്പോൾ 1 ഏറ്റവും ഉയർന്ന വികസനത്തെ പ്രതിനിധീകരിക്കുന്നു. സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ 4 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. SCRT ആണ്. 0.8 മുതൽ 1 വരെയാണ് വളരെ ഉയർന്ന മാനവ വികസനം. 7 മുതൽ 0.799 വരെ ഉയർന്ന മാനവ വികസനം.
0.55 to 0.699 വരെ ഇടത്തരം, 5.50 താഴെ താഴ്ന്ന. അപ്പൊ 4 തരം വിഭാഗമുണ്ട്. താഴ്ന്നത്, ഇടത്തരം, ഉയർന്നത്, വളരെ ഉയർന്നത്. ഓക്കെ. മാനവ വികസനം സാധ്യമാക്കുന്ന നിരവധി ഘടകങ്ങൾ ഏതൊക്കെയാണ്? മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യം. മാനവ വികസന സൂചിക തയ്യാറാക്കാൻ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യം, മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടുതൽ പരിശീലനം. ഇതൊക്കെ ആരാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മാനവ വികസനമാണ്. ഈ മാനവ വികസന സൂചിക തയ്യാറാക്കിയത് അമർത്യ സെനാണ് കേട്ടോ. മാനവ വികസന സൂചിക തയ്യാറാക്കിയത് അമർത്യ സെന്നും മെഹബൂബ് ഉൽ ഹക്കുമാണ്. മെഹബൂബ് ഉൽ ഹക്ക്. ഓക്കെ. അമർത്യ സെനും മെഹബൂബ് ഉൽ ഹക്കും കൂടിയിട്ടാണ് മാനവ വികസന സൂചിക തയ്യാറാക്കിയത്. മാനവ വികസന സൂചികയുടെ പൂരകമായിട്ട് യുഎൻഒ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. മാനവ വികസന സൂചികയുടെ പൂരകമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. 1997 നമ്മളെ ഭൗതിക ജീവിത ഗുണനിലവാരം പഠിച്ചില്ലേ? ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പഠിച്ചു. ഏതാ വർഷം പഠിച്ചത്? 1979 പറഞ്ഞു. നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഏതാണ്? മാനവ ദാരിദ്ര്യ സൂചിക അല്ലെ? മാനവ ദാരിദ്ര്യ സൂചിക. അത് എപ്പോഴാണ്? 1997. നോക്കിയേ, 79 തിരിച്ചിട്ടേ 97 ആയില്ലേ? അപ്പൊ ഈ 2 വർഷം മറക്കാണ്ട് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയും മാനവ ദാരിദ്ര്യ സൂചികയും കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. 1997. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ പുതിയ വികസന സൂചികയാണ്, ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സൂചികയാണ് മാനവ സന്തോഷ സൂചിക. ഏതൊക്കെയാണ് ഒരു മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിന് പറയപ്പെട്ട 9 സൂചകങ്ങളാണ് കേട്ടോ. ആനന്ദ സൂചിക കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ വരുമ്പോ ഇതെല്ലാം ശ്രദ്ധിക്കണം. ചോദ്യം എന്ത് വരും? മാനവ സന്തോഷ സൂചിക അതായത് വികസിപ്പിച്ചെടുക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ഉപയോഗിച്ച സൂചകങ്ങളുടെ എണ്ണം 6 ആണ്. 6 അല്ല, 9 എണ്ണം. 9 സൂചകങ്ങളാണ് ആനന്ദ സൂചിക കണ്ടുപിടിക്കുന്നതിന് പരിഗണിക്കുന്നത്. ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം. ഈ 9 സൂചകങ്ങളാണ് മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കാൻ യുഎൻഒ എന്ത് ചെയ്യുന്നത്? മുൻപോട്ട് വെക്കുന്നത്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണ് കേട്ടോ. മാനവ സന്തോഷ സൂചിക. ഇനി നമ്മുടെ ദാരിദ്ര്യം. ഇന്ത്യയിൽ ഈ രംഗരാജൻ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷന് വേണ്ടിയിട്ട്, അതായത് ആസൂത്രണ കമ്മീഷന് വേണ്ടിയിട്ട് 2011-2012 കാലയളവിൽ നമ്മുടെ ദാരിദ്ര്യ രേഖ കണക്കാക്കിയ കമ്മിറ്റിയുടെ തലവനാണ് രംഗരാജൻ. രംഗരാജൻ കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? ദാരിദ്ര്യം കേട്ടോ. ദാരിദ്ര്യം. നമ്മുടെ ദാരിദ്ര്യ രേഖ കണക്കാക്കിയ കമ്മിറ്റിയുടെ തലവനാണ് രംഗരാജൻ കമ്മിറ്റി. അതുപ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം നാം കണക്കാക്കുന്നത് കലോറിയുടെ അടിസ്ഥാനത്തിലാണ്. ഗ്രാമപ്രദേശത്ത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമപ്രദേശത്ത് എത്രയാണ് ഒരു ദിവസം വേണ്ട കലോറി? 2400 പ്രീവിയസ് ആണ്. ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിൽ ഒരു വ്യക്തി ദാരിദ്ര്യത്തിലാണ്. ഇനി നഗരപ്രദേശത്താണെങ്കിൽ പ്രീവിയസ് ആണ്, 2100 കലോറിയാണ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ 35% കൂടുതൽ ജനങ്ങൾ എന്താണ്? ദാരിദ്ര്യത്തിലാണ്. പഠിച്ചു വെക്കുക. അപ്പൊ നമ്മളിവിടെ എന്താ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിൽ വികസനം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അല്ലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി 2012 കാലയളവിൽ ദാരിദ്ര്യരേഖ കണക്കാക്കിയ കമ്മിറ്റിയുടെ തലവൻ രംഗരാജൻ കമ്മിറ്റിയാണ്. ദാരിദ്ര്യം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഇതിലാണ് ഇവിടെ പറഞ്ഞില്ലേ, കലോറിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നത്. കലോറിയുടെ അടിസ്ഥാനത്തിലാണ്. ഗ്രാമപ്രദേശത്ത് ഒരു ദിവസം 2400 കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണ്? ദരിദ്രരാണ്. നഗരപ്രദേശങ്ങളിൽ ഇത് 2700. നഗരപ്രദേശങ്ങളിൽ ഒരു വ്യക്തിക്ക് 2700 കലോറി ലഭിക്കേണ്ട ഭക്ഷണം ഇതാക്കാനുള്ള വരുമാനം ഇല്ലെങ്കിൽ അവിടെയും എന്താണ്? നഗരവും ദാരിദ്ര്യത്തിലാണ്. അപ്പൊ ഇതാണ് നമുക്ക് എക്കണോമിക്സിലെ സാമ്പത്തിക രംഗം എന്നുള്ള പറയുന്നതിലെ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി അഭിപ്രായം രേഖപ്പെടുത്താം. നമുക്ക് എക്കണോമിക്സ് 10 ദിവസം കൊണ്ട് വേഗം കംപ്ലീറ്റ് ആക്കണം കേട്ടോ. പഠിച്ച് റിവിഷൻ വരണം മസ്റ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ 19 ക്വസ്റ്റ്യൻ പേപ്പറോളം ഇട്ടു. LD നിലവാരം LGS നിലവാരം ഇട്ടിട്ട് വരുന്നുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് എന്ത് ചെയ്യും കൊണ്ടുവരും. അപ്പം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കണ്ടക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഓഡിയോ ക്ലിപ്പ് വഴി ഒരു ഡെയിലി ഒരു 20 40 നമുക്ക് പഠിക്കാം. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. എത്ര ക്വസ്റ്റ്യൻ ഒരു ഓഡിയോ ക്ലിപ്പ് ഇത് വഴി എത്ര ക്വസ്റ്റ്യൻ വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി ഒരു 20 എത്ര പറഞ്ഞോളൂ, ഒരു കൂടി പോകണ്ട, ഒരു 30ന്റെ ഉള്ളിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പറയാം എത്ര എണ്ണം വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി. 2023 ജനുവരി തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2023 ജനുവരിയിൽ ആദ്യം പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞ വലിച്ചു വാരി പറഞ്ഞു തരില്ല. ഇമ്പോർട്ടൻ്റ് നമുക്ക് അറിയാലോ, എക്സാം ഒക്കെ നമ്മൾ എഴുതി പരിശീലിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ വരുന്നറിയാം. അപ്പോൾ 2023 ജനുവരി എന്ന് ഞാൻ കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരു 2-3 ഓഡിയോ ക്ലിപ്പ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ജനുവരിത്തെ കഴിക്കാം. അങ്ങനെ 2023 ഫെബ്രുവരി എടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു 10-15 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 2023 കണ്ടക്ടർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ കൂടുതൽ കുറച്ച് പേരും കൂടി ആകട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്